Hi friends, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ കോവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മൽഹാർ എന്നാണ് വീടിൻ്റെ പേര്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് വരാം. ഡിസ്ട്രിക്ട് ക്രൈം ബ്രാഞ്ച് ഓഫീസറായ രാജേഷ് ഏട്ടൻ്റെ വേദവ്യാസ സ്കൂളിലെ അധ്യാപികയായ ദീപ ചേച്ചീൻ്റെയും വീടാണിത്. ഈ മനോഹര വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവരുടെ റിലേറ്റീവായ എഞ്ചിനീയർ ജിതിനാണ്. ഓഫീസും കാര്യങ്ങളും എല്ലാം വരുന്നത് പുത്തനത്താണിയിലാണ്. ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ട് മുകളിൽ ഓടിട്ട് ഒരു സിമ്പിൾ പടുപ്പുരയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ട് ഏരിയയിൽ കൊടുത്ത ആ നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് ഗേറ്റിന്റെ പില്ലറിലും കൊടുത്തിരിക്കുന്നത്. ഗേറ്റിന്റെ ഒരു ഭാഗം സ്ലൈഡിംഗ് ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 1500 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട് നിർമ്മിക്കുന്നതിന് മുന്നേ തന്നെ രാജേഷ് ചേട്ടനും ഫാമിലിക്കും കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ വീടിനൊരു വേസ്റ്റ് ഏരിയയും കാണാനും പറ്റില്ല. വളരെ മനോഹരമായിട്ടാണ് വീടിൻ്റെ ഓരോ ഭാഗങ്ങളും ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെയും ഗ്രൗണ്ട് ഫ്ലോറിൻ്റെയും വിൻഡോ കോർണറിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ രാജേഷ് ചേട്ടന് ഈ പൂച്ചെടികളോടൊന്നും താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ചുറ്റിലും ഫ്രൂട്ട്സിൻ്റെ, വെജിറ്റബിൾസിൻ്റെ, അതുപോലെ തന്നെ കളർ ചെടികളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സെന്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. സ്ഥലത്തിന്റെ പിറക് വശത്തേക്കായിട്ടാണ് വീട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ അത്യാവശ്യത്തിന് നല്ലോണം മുറ്റുണ്ട്. മുറ്റം നാച്ചുറൽ സ്റ്റോൺ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വീടിന്റെ കാർ പോർച്ച് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ട് മുകളിൽ ഓടാണ് കൊടുത്തത്. പോർച്ചിൻ്റെ സൈഡിലായിട്ട് നാച്ചുറൽ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻട്രലായിട്ട് ഒരു വെർട്ടിക്കൽ ഗാർഡനും കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ സിറ്റ് ഔട്ട് കൊടുത്ത് ഈ പടീൻ്റെ അടിയിലായിട്ട് ഒരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ ഡോർ വരുന്നത് ഡബിൾ ഡോർ ആണ്. ഡോറിൽ തന്നെ സ്റ്റീൽ വർക്കും ഗ്ലാസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ വരുന്നത് ഈ ഒരു ലിവിങ്ങിലേക്കാണ്. നമ്മൾ ലിവിങ്ങിലേക്ക് നേരെ കയറി വന്നാൽ കാണുന്നത് ഈ ഒരു ഷോക്കേഴ്സ് ആണ്. ഇവിടെ ലിവിങ്ങിൽ ലെതർ ടൈപ്പിലുള്ള ഒരു കോർണർ സോഫയാണ് കൊടുത്തത്. വളരെ മനോഹരമായ എലഗൻ്റ് ആയിട്ടുള്ള ഒരു സീലിംഗ് വർക്കാണ് ഈ വീട് മൊത്തം കൊടുത്തിരിക്കുന്നത്. ലിവിങ്ങിലെ ഈ ഒരു ഏരിയ മൊത്തം വാൾപേപ്പറാണ് കൊടുത്തിരിക്കുന്നത്. അതിലൊരു പിക്ചറൊക്കെ കൊടുത്ത് അതിൻ്റെ അകത്തേക്ക് ഒരു സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ്. വളരെ മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ തന്നെയാണ് ഇവിടെ TV യൂണിറ്റും വരുന്നത്. 6 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും പറ്റുന്ന ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റെയർ കേസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വാഷ് ബേസിൻ വരുന്നത്. ഈ വീട്ടിൽ ടോട്ടൽ 4 ബെഡ്റൂമാണ് വരുന്നത്. 3 ഗ്രൗണ്ട് ഫ്ലോറിലും 1 ഫസ്റ്റ് ഫ്ലോറിലുമാണ്. ഈ ഒരു ബെഡ്റൂം ലിവിങ്ങിൻ്റെ പിറക് വശത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഓരോ വർക്കിലും രാജേഷ് ചേട്ടൻ്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിനിഷിങ്ങും നമുക്ക് കാണാൻ പറ്റും. വളരെ മനോഹരമായ ഒരു സീലിംഗ് വർക്കാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. റൂമിലേക്ക് കയറി വരുമ്പോൾ ഇടത് സൈഡിലായിട്ടാണ് ഇവിടെ ബാത്റൂം കൊടുത്തിരിക്കുന്നത്. ഒരു നോർമൽ സൈസിലുള്ള ബാത്റൂമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അടുത്ത 2 ബെഡ്റൂം വരുന്നത് TV യൂണിറ്റിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ഇതാണ് ഇവിടുത്തെ ഗസ്റ്റ് റൂം. ഈ റൂമിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വാൾപേപ്പർ ഡിസൈനാണ്. ഈ റൂമിനോട് വളരെ യോജിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫ്ലോർ എല്ലാം ചെയ്തിരിക്കുന്നത് മാർബിൾ ആണ്.
ഈ ഒരു റൂമിലേക്ക് കയറുമ്പോൾ ഇവിടെ ചുമരിലായിട്ട് മനോഹര പെയിൻറ്റിങ്, അതോടൊപ്പം ഇവിടെ വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. കോർണറിലായിട്ടാണ് ഈ റൂമിൻ്റെ വിൻഡോ വരുന്നത്. ഈ റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മെയിൻ ഹാളിൽ നിന്നാണെങ്കിൽ പോലും വളരെ പ്രൈവസി ഉള്ളൊരു റൂമാണിത്. വീട്ടിലെ ഡോറുകളെല്ലാം മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഒരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചിമ്മിനിയോട് കൂടിയ അടുപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു എൽ ഷേപ്പ് മോഡലിലാണ് ഇവിടെ കിച്ചൺ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കബോർഡിൻ്റെ താഴെയായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ടൈലാണ്. മുകളിലും താഴെയായിട്ട് ആവശ്യത്തിന് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. കബോർഡുകൾക്കൊക്കെ പ്രൊഫൈൽ ഹാൻഡിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ വീടിൻ്റെ അപ്സ്റ്റെയർ ഒന്ന് കാണാം. സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ വർക്കാണ് ഇവിടെ സ്റ്റെയർ ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റെയറിൻ്റെ ലാൻഡിങ് ഏരിയയിൽ എല്ലാം ലെപ്പോത്രയാണ് കൊടുത്തത്. സ്റ്റെപ്പ് മൊത്തം മഹാഗണിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സ്റ്റെയർ കേസിൻ്റെ ചുമരെല്ലാം ചെയ്തിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ്. സ്റ്റെയർ കേസിൻ്റെ ഏരിയയിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത ഈ ഒരു പർഗോളയാണ്. ഈ ഒരു ഡിസൈൻ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് ധാരാളം വെളിച്ചം കൊണ്ടുവരുന്നുണ്ട്. ഈ സീലിംഗിൽ മനോഹരമായൊരു ഇൻറ്റീരിയൽ വർക്കാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിൽ വന്നാൽ ഇവിടെ ഒരു ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ബോക്സ് ടൈപ്പിൽ ഗ്ലാസ് കൊടുത്ത് ചെയ്ത ഈ ഒരു വർക്കാണ് ഈ ഒരു ഹാളിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. ഇതാണ് ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂം. ഇവിടെയും വാൾപേപ്പർ വർക്ക് ചെയ്തിട്ടുണ്ട്. മനോഹരമായ ഒരു പെയിൻറ്റിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കോർണറിലായിട്ടാണ് വിൻഡോ വരുന്നത്. ഇതും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇതിൻ്റെ സീലിംഗ് അത്യാവശ്യം ഹൈറ്റിലാണ്. മുകളിൽ ഇൻഡസ്ട്രിയൽ വർക്കൊക്കെ ചെയ്ത് ഗ്ലാസ് കൊടുത്തുകൊണ്ട് തന്നെ ധാരാളം വെളിച്ചം ഈ റൂമിലേക്ക് കൊണ്ടുവരാനും പറ്റുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ ഓപ്പൺ ഏരിയയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഏട്ടൻ്റെ ഒരു പ്ലാനിങ്ങിലാണ് ഈ ഒരു ഓപ്പൺ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു പാസേജിൻ്റെ മുകളിൽ പോളികാർബണേറ്റ് ഷീറ്റാണ് കൊടുത്തത്. ഈ ഓപ്പൺ ഏരിയയിൽ ഒരു ഊഞ്ഞാലും കൊടുത്തിട്ടുണ്ട്. ഈ വീടിന് 2 ഓപ്പൺ ഏരിയ, ഒന്ന് ഈ ഒരു സൈഡിലും ഉണ്ട്. അതേപോലെ തന്നെ വീടിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ വലത് സൈഡിലായിട്ടുണ്ട്. അവിടെ ചേച്ചിക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു വീട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പൺ ഏരിയ ചെയ്തൊരു സ്ഥലമാണ്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു സ്ഥലം. വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്നിരിക്കാനും അതേപോലെ നമ്മുടെ വീട്ടിലൊക്കെ അത്യാവശ്യം ആളുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വന്നിരിക്കുക, ചായ കുടിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ തന്നെ ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കാനൊക്കെ ഉള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റും പിന്നെ ഇതിൻ്റെ മുകളിൽ ഓടാണ് കൊടുത്തത്. ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ട് ഓട് കൊടുത്തതാണ്. നമ്മൾ മിക്ക വീട്ടിലും കാണുക വെച്ചാൽ ഓപ്പൺ ഏരിയ വെറുതെ നമ്മൾ വേസ്റ്റ് ആക്കിയിട്ടിട്ടാണ്. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ഏരിയ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ഒരു സംവിധാനം കൂടെ വീട്ടിൽ കൊണ്ടുവരാം കേട്ടോ. ശരിക്കും നല്ല സുഖം കേട്ടോ ഇവിടെ ഇരിക്കാനോ. പിന്നെ റോഡ് സൈഡ് ആയതുകൊണ്ട് നമുക്ക് റോഡിൻ്റെ കാഴ്ചകളും എല്ലാം നമ്മൾ വീടിൻ്റെ ഉള്ളിലിരിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് കുറച്ചും കൂടെ കാറ്റും വെളിച്ചവും പച്ചപ്പും ഒക്കെ കണ്ട് ഇവിടെ ഇരിക്കാനും പറ്റും. വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ്
ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ടാറ്റാ ബൈ ബൈ. ഈ ഒരു വീടിൻ്റെ പ്ലാനിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം ഫോൺ നമ്പറും കൊടുക്കുന്നുണ്ട്.